നമസ്കാരം. ശ്രീ ഗൗരി പ്രസാദ് ഹരി. ഈ പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതമാണ്. താങ്കൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ട് കാണുന്നുണ്ട്. താങ്കളുടെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈയിടെ കണ്ട ഒരു പോസ്റ്റിൽ താങ്കൾ പറയുന്നത്, ഇസ്ലാമിനെക്കുറിച്ച് താങ്കൾ പഠിച്ചപ്പോൾ, വിവിധ മുസ്ലിം വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം, മുഖ്യധാരാ വിഭാഗങ്ങളായ സുന്നി, മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ വിഭാഗങ്ങളൊന്നല്ല ശരിക്കും ഇസ്ലാമിൻ്റെ ശരിയായ പാത പിന്തുടരുന്നത്. മറിച്ച് ചെങ്ങന്നൂർ മൗലവി സ്ഥാപിച്ച ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരും മുസ്തഫ മൗലവിയുടെ നേതൃത്വത്തിലുള്ള അകമ്പൊരുൾ വിഭാഗക്കാരും പിന്നെ സൂഫികളുമാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാത പിന്തുടരുന്നതും ഖുർആനിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതും എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സമുദായത്തിലെ മുഖ്യധാരാ വിഭാഗങ്ങളെ അവഗണിച്ച് കേവലം ന്യൂനപക്ഷങ്ങളായ ഈ പറഞ്ഞ 3 വിഭാഗങ്ങളാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സത്ത നടപ്പിലാക്കുന്നത് എന്ന് പറയാനുള്ള കാരണം ഒന്ന് വിശദീകരിക്കാമോ? യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് അത് ചേകന്നൂർ മൗലവി മുന്നോട്ട് വെച്ച ഇസ്ലാമും ബഹുമാനപ്പെട്ട സി എച്ച് മുസ്തഫ മൗലവി പറയുന്ന ഇസ്ലാമും പിന്നെ സൂഫികൾ പറയുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും ഈ പറഞ്ഞ സുന്നി, സലഫി, മുജാഹിദ്, പിന്നെ മൗദൂദി, ജമാഅത്ത് ഇസ്ലാമി വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നവർ, തബ്ലീഗ് എന്നൊക്കെ പറയുന്നവർ, അവരെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വർഗീയതയിലേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാം മതത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്നാൽ സമാധാനമാണെന്ന് പറയാറുണ്ട്. പക്ഷെ ആ സമാധാനം പലപ്പോഴും ഇന്ത്യക്ക് വെളിയിൽ എടുത്ത് നോക്കിയാലും കാണാം. പലപ്പോഴും ആ ഒരു പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നതും അങ്ങനെയാണ്. ആ സമാധാനം ആ രീതിയിലുള്ള ഒരു വർഗീയ സ്വഭാവത്തിലാണ് പലപ്പോഴും കാണുന്നത്. എല്ലാ പണ്ഡിതന്മാരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരുപാട് പണ്ഡിതന്മാർ ഈ ഇതിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട സി എച്ച് മുസ്തഫ മൗലവിയുടെ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള വർഗീയതയോ വിഭാഗതയോ ഒന്നുമില്ല. അദ്ദേഹം മേന്മാവാദം, ശുദ്ധിവാദം, ശ്രേഷ്ഠതവാദം ഇതിനെല്ലാം അദ്ദേഹം എതിരാണ്. ചേകന്നൂർ മൗലവി ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു യഥാർത്ഥ മതപരമായിട്ടുള്ള വ്യക്തിക്ക്, ഒരു ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ള മതങ്ങളെ വെറുക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ മറ്റുള്ള മതങ്ങളിലുള്ള സത്യങ്ങളെല്ലാം തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരൊരിക്കലും യഥാർത്ഥ ഈശ്വരൻ്റെ ആൾക്കാരല്ല, യഥാർത്ഥ ഈശ്വര വിശ്വാസികളല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 3 വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം, ഇപ്പം ഏത് മതവിഭാഗക്കാരായാലും, മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവർ പിന്തുടരുന്ന വേദങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താണോ, അടിസ്ഥാന മൂല്യങ്ങൾ എന്താണോ, അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ കേവലമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഭൂരിപക്ഷം വിശ്വാസികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതേക്കുറിച്ച് ഗൗരിയുടെ അഭിപ്രായം എന്താണ്? അല്ല, അത് ഒരു തെറ്റായ രീതിയാണ്. നമ്മൾ കണ്ടുവരുന്നൊരു തെറ്റായ രീതിയാണ്. അതായത് അതിൻ്റെ ഫിലോസഫി പഠിക്കാതെ കേവലം മതത്തിൻ്റെ കുറച്ച് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ മാത്രം അറിഞ്ഞു വയ്ക്കുക എന്നുള്ളത്, അതാണ് മതമെന്ന് ധരിക്കുക. എന്നാൽ മതമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂല്യങ്ങളാണ്. ആത്മീയത എന്ന് പറയുന്ന മൂല്യങ്ങളാണ്. അത് മാനവികത, കരുണ, സ്നേഹം ഇതൊക്കെയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്യാവശ്യമാണ്. അതെല്ലാം ദൈവത്തിലേക്ക് അടുക്കാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ അതുമാത്രമാണ് മതം എന്ന് പറയുന്ന രീതി, അത് തെറ്റാണ്. കൂടുതലായിട്ടും സമൂഹത്തിൽ ഇങ്ങനെയൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം അത് തിരുത്തപ്പെടേണ്ട ഒരു സംഗതിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു.